മിനിസ്ട്രി എല്ലാ സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും അഡ്വൈസറീസ് കൊടുത്തിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, സ്പീഷീസ് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക സഹായം, എക്സ്ഗ്രേഷ്യ റിലീഫ്, ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ട് ഇതേ കാര്യം തന്നെ ഈ സെക്ഷൻ 11 കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച് എന്ന് വെച്ചാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥനും ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ സ്വമേധയാ വേണമെങ്കിൽ അവർക്ക് എടുക്കാം, അധികാരമുണ്ട്, പക്ഷെ എടുക്കില്ല. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിർദ്ദേശം കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ നമ്മുടെ മന്ത്രിസഭാ യോഗം ചേർന്ന് വീണ്ടും ഈ പറയുന്ന വന്യജീവികൾ, അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ വെടിവെക്കാനോ പിടിക്കാനോ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ ഈ ദിനങ്ങളിൽ പോകുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ഇത്രയും കാലം എത്രയോ പേരാണ് മരണപ്പെട്ടത്. ആനയുടെ ചവിട്ടേറ്റ് അല്ലെങ്കിൽ കുത്തേറ്റ്, കടുവ ഈ അടുത്ത കാലത്ത് തന്നെ എത്രയോ സംഭവങ്ങളുണ്ടായി. കാട്ടുപോത്തിന്റെ ആക്രമണമേറ്റ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം 3 പേര് എരുമേലി തുടങ്ങിയ മേഖലകളിൽ കൊല്ലപ്പെട്ടു. കാട്ടുപന്നിയുടെ ആക്രമണമേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങി മരണപ്പെടുകയും ഗുരുതരമായ മുറിവേൽക്കുകയും അതുപോലെ തന്നെ കൃഷിനാശം ഉണ്ടാകുകയൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനൊരു ഉത്തരവ് 2024 മുതൽ 24 മുതൽ കൃത്യമായ നിർദ്ദേശം സംസ്ഥാനത്തിന് ഇപ്പൊ കണ്ടല്ലോ. ഞാനിപ്പോ ഏറ്റവും ഒടുവിൽ വായിച്ചത്, നമ്മൾ ഈ വിഷയം ലോക്സഭയിൽ റേസ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് കൊടുത്ത നിർദ്ദേശമാണ്. അത് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന് തന്നെ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള, വനംവകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും നമ്മുടെ മന്ത്രിസഭ അറിയാതെ പോകുന്നു. ഞങ്ങൾ തന്നെ ഇത് എംപിമാരുടെ യോഗത്തിൽ പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു തീരുമാനം എടുക്കാൻ എന്താണ് തടസ്സം? ഇങ്ങനൊരു നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിൽ വെടിവെച്ച് കൊല്ലേണ്ടതാണെങ്കിൽ വെടിവെച്ച് കൊല്ലണം, അതെല്ലാം പിടിക്കേണ്ടതാണെങ്കിൽ പിടിക്കണം. ഇതിന് വേറെ മാർഗമൊന്നുമില്ല. നമ്മളിത് പറയുമ്പോൾ സകല വന്യമൃഗങ്ങളെയും കൊല്ലണം എന്നുള്ള രീതിയിലല്ല. പ്രശ്നബാധിത മേഖലകൾ, ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്ന പ്രത്യേക മേഖലകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 200-ലേറെ പഞ്ചായത്ത്, 250ഓളം പഞ്ചായത്തുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണം സ്ഥിരമായി നടക്കാറുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകളിൽ എന്ത് നടപടി സ്വീകരിക്കണം? ഇത് സംസ്ഥാന ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എന്തിനാണ് ഇതിനകത്ത് ഭയക്കുന്നതും പേടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു, ഇത് സംസ്ഥാന തലത്തിൽ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ ആ വൈൽഡ് ലൈഫ് വാർഡനെ ഡയറക്ട് ചെയ്യേണ്ടത് ആരാണ്? സംസ്ഥാനത്തിന് അധികാരത്തിന് ഗവൺമെന്റാണ്. ആരുമായിക്കൊള്ളട്ടെ, ഇതിനകത്ത് വേറെ രാഷ്ട്രീയമൊന്നുമില്ല. നമ്മുടെ ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും പ്രശ്നമാണ്, പ്രത്യേകിച്ച് ജീവന്റെ പ്രശ്നമാണ്. നമ്മളിപ്പോ ഒരു പരമാവധി ഇവിടെ കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് തരുന്നതാണ്. സംസ്ഥാനത്തിന്റെ ഒരു വിഹിതം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്ട് എലിഫന്റ്, പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമായി കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് ഈ 10 ലക്ഷം രൂപ പോലും കൊടുക്കുന്നത്. അതുപോലും കൃത്യമായി കൊടുക്കാറില്ല, പലപ്പോഴും അത് കൃത്യമായിട്ട് കൊടുക്കാറില്ല. അപ്പൊ ഇപ്പോൾ ഈ വൈകി വന്ന ഈ ഒരു വിവേകം അതെന്തുകൊണ്ട് എന്നുള്ളത് സ്വാഭാവികമായും ചോദിക്കേണ്ടതായിട്ടുണ്ട്. നിലമ്പൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയോര മേഖലയാണ്. വന്യമൃഗ ആക്രമണ പ്രശ്നങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അപ്പൊ അവിടെ ഈ ഇലക്ഷനിൽ വളരെ ഗൗരവപൂർണമായിട്ടുള്ള ചർച്ച വരാവുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ഇപ്പൊ പെട്ടെന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് ഇങ്ങനൊരു അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെ നടത്തുക എന്ന് പറഞ്ഞാൽ വീണ്ടും കൈവഴിയാണ്. ഞാനിപ്പോ ഇലക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ട എന്ന് പറയല്ല, പക്ഷെ ഇപ്പോഴും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഈ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ള ആ സ്ഥിരം പല്ലവി അത് വീണ്ടും ആവർത്തിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. നിലമ്പൂരിലെ വോട്ടർമാർ, മലയോര മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന ജനവിഭാഗങ്ങളാണല്ലോ ഈ മലയോര മേഖലയോടൊക്കെ ചേർന്ന് ജീവിക്കുന്നത്. ആ സാധാരണക്കാരാണ് ഈ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിധേയരാകുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം എഡിറ്റോറിയൽ വരെ എഴുതി. ഞാനത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് മിനിസ്ട്രിയുടെ മന്ത്രാലയത്തിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഈ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇതെല്ലാം വരുന്നത്. ഞാൻ അതിലൊരു അംഗമാണ്, കേരളത്തിലുള്ള ഏക അംഗം ഞാനാണ്. ഞാൻ എന്ന് യോഗം കൂടിയാൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്ന യോഗത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കാറുണ്ട്. അപ്പോ അവരെല്ലാം പറയുന്നുണ്ട് അധികാരമുണ്ട്, ഈ അധികാരം ഉപയോഗിച്ചാൽ മതിയല്ലോ. അവിടെ പ്രശ്നം ഓരോ മേഖല, നമ്മുടെ ഇത്ര വിസ്തൃതമായ രാജ്യത്ത് കേരളത്തിൽ മാത്രമല്ല
വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോ മേഖലയുടെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത്, ആവശ്യകതകൾ കണക്കിലെടുത്ത് അതാത് സംസ്ഥാന ഗവൺമെന്റ് നിലവിലുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ വെച്ച് തന്നെയാണ് നടപടിയെടുക്കേണ്ടതെന്ന് അവർ വീണ്ടും നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. പിന്നെയും നമ്മൾ ഇത് ഭേദഗതി ചെയ്താൽ മാത്രമേ ഞങ്ങൾ നടപടിയെടുക്കൂ എന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്, അത് മന്ത്രിസഭാ യോഗം ചേർന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം എന്നുള്ള നിലയിൽ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഇത് ജനങ്ങളുടെ നേരെ എന്താണ് പറയുക, ജനങ്ങളെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. തങ്ങൾക്ക് അധികാരമുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഞാൻ തന്നെ ഇത് വളരെ വ്യക്തമായി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്.